ശബരിമല എന്നല്ല, ക്ഷേത്രങ്ങളെല്ലാം പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം ക്ഷേത്ര പരിപാലന നിയമം മാറുക എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ നിയന്ത്രണം ഒഴിവാക്കിയുള്ള പുതിയ നിയമമാണ് വരേണ്ടത്. അതിന് നിയമസഭയിൽ ഹിന്ദു വിശ്വാസികൾ ഉണ്ടാവണം. അതിന് ഹിന്ദു MLA മാർ ഉണ്ടാകണം. ഹിന്ദുക്കളുടെ വൻ ശക്തി കേന്ദ്രീകരണം ഉണ്ടാകണം. ശബരിമലയുടെ സംരക്ഷണത്തിന് എന്നും മുൻനിരയിൽ നിന്നിട്ടുള്ള BJP നേതാവ് കൂടിയായ കുമ്മനം രാജശേഖരൻ ഇത് എടുത്തു പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പുറം ലോകം അറിയാൻ കാരണം സർക്കാരല്ല, കേരള പോലീസുമല്ല, അയ്യപ്പസ്വാമിയുടെ തീരുമാനമാണ്. ഇപ്പോൾ പുറത്തു വന്നത് ഒന്നും തന്നെയല്ല. ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന SITയുടെ അന്വേഷണം മെച്ചമെന്നോ മോശമെന്നോ വിലയിരുത്താനില്ല. പക്ഷേ ഈ അന്വേഷണത്തിലും വിശാലമായ അന്വേഷണം വരണം. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചവരെ കണ്ടെത്താനായേക്കും. പക്ഷേ മോഷണം പോയ സ്വർണം എവിടെയെന്ന് ആർക്കറിയാം? എങ്ങനെ കണ്ടെത്തും? അതിന് അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം വേണ്ടിവരും. CBI പോലുള്ള ഏജൻസികൾക്ക് അതിന് സാധിക്കുകയുള്ളൂ. അവർക്ക് ഇന്റർപോളിൻ്റെ സഹായം ഉൾപ്പെടെ തേടാൻ സാധിക്കും. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം. വിശാല അന്വേഷണത്തിന് കോടതിയുടെ തീരുമാനം വന്നേക്കാം. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കവിയാണ്, ശുദ്ധനാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ സർക്കാരിൻ്റെ ബന്ധനത്തിലാണ്. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം പറയുകയാണ് ഇതുവരെ സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന്. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കുക തന്നെയാണ്. ആ തെറ്റുകൾക്ക് ആരാണ് ഉത്തരവാദി എന്നും അദ്ദേഹം പറയണ്ടേ? അത് കണ്ടെത്തണ്ടേ? അവിടെ ഹിന്ദു ക്ഷേത്ര വാസ്തുശാസ്ത്ര പ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണം തന്നെ. അവിടെ ഹിന്ദു തന്ത്രപ്രകാരമുള്ള ആചാരങ്ങളും പൂജകളുമാണ്. അതിനെ മതേതരമാക്കാൻ ആരും ശ്രമിക്കേണ്ട. ശബരിമലയെ തകർക്കാൻ എന്തൊക്കെ ശക്തികൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് വരും. ഇതുവരെ സംഭവിച്ചതൊക്കെ അയ്യപ്പസ്വാമിയുടെ തീരുമാനമാണ്. അത് ഇനിയും ഉണ്ടാകും. പ്രതീക്ഷയല്ല, വിശ്വാസമാണ്. ഇങ്ങനെയാണ് കുമ്മനം രാജശേഖരൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഒട്ടനവധി കമൻറ്റുകളും പ്രതികരണങ്ങളും ഒക്കെയാണ് കുമ്മനം രാജശേഖരന് വന്നുകൊണ്ടിരിക്കുന്നത്. കുമ്മനം രാജശേഖരനെ അനുകൂലിച്ച് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ സദ്യ വിളമ്പും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനും ഇപ്പോൾ ഒരു തീർപ്പും വന്നിട്ടില്ല. അവിടെ CPM പ്രവർത്തകർ തമ്മിൽ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.